നമ്മുടെ നോർമൽ ചിക്കൻ കറിയൊക്കെ മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം. അതായത് ലാഹോറി സ്റ്റൈൽ, അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ്. ഇതിനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാം. എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഒരു 500 ഗ്രാം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, അതിൽ ഈ ബോൺലെസ്സിനെ കാട്ടിലും നല്ല ബോണുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് നമുക്ക് സോൾട്ട്, ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 2 സ്പൂൺ കേർഡ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റോളം ഒന്ന് തിരുമിയിട്ട് ഒന്നെങ്കിൽ നമുക്കൊരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിലോട്ടോ അല്ലെങ്കിൽ ഒരു 1 അവർ നമുക്ക് പുറത്തോ വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ മാരിനേറ്റ് ചെയ്ത മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഈ മാരിനേഷൻ സഹായിക്കും കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ഇതിനൊക്കെ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യാം. 2 സവോള നല്ല തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ടൊമാറ്റോ എടുക്കാം. അതും ഒരു 2 എണ്ണം മതി. അതൊന്നെങ്കിൽ നമുക്ക് ചെറിയ പീസുകളായി അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ അത് പീസാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് പ്യൂരി ആയിട്ട് എടുക്കുകയോ ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പ്യൂരി ആക്കിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ 2 പച്ചമുളക് അതൊന്ന് ചെറിയ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആവശ്യം, അതും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ റിഫൈൻഡ് ഓയിലോ എടുക്കുക. അതിനകത്ത് നമുക്ക് അരിഞ്ഞിട്ടിരിക്കുന്ന സവോള ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവത്തില്ല, അത്ര നേരം ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സവോള ഓയിലിനകത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഈ സോട്ട് ചെയ്തെടുത്തേക്കുന്ന സവോളയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൽ കുറഞ്ഞത് 1 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ആ മിക്സ് ചെയ്തെടുത്തതിനകത്തേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടി ആഡ് ചെയ്യാം. നമുക്ക് അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കിന് നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ സോൾട്ട് ഉണ്ട്. അപ്പം അതും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് സോൾട്ട് ആഡ് ചെയ്യാൻ. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയോ അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരിയോ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരത്തില്ല, അതുവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പം ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഇതൊന്ന് സെറ്റായിട്ടിരിക്കും. 10 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് തുറന്നിട്ട് തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം അതിലേക്ക് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്ത തൈരുണ്ടല്ലോ, അത് കുറേശ്ശെ ചേർക്കുകയും അതിനോടൊപ്പം തന്നെ ഇത് മിക്സ് ചെയ്ത് ചേർക്കുകയും കൂടെ വേണം. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം, പച്ചവെള്ളം ചേർത്താൽ മതി. 1/2 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേകാനായിട്ട് വെക്കാം. ചിക്കനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കസൂരി മേത്തിയും പിന്നെ അതിലേക്ക് നമുക്ക് കോക്കനട്ട് മിൽക്കും ആഡ് ചെയ്യാം. കോക്കനട്ട് മിൽക്കിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഫ്ലെയിമിലേക്ക് കൂടി മാറ്റിയിടണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫൈനൽ ടച്ച് ആയിട്ടുള്ള മല്ലിയില വിതറി അതിനുശേഷം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യ് അതും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. 10 മിനിറ്റ് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യുക. അപ്പം അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ അത് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ലാഹോറി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുവരെയും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത വീഡിയോയിലൂടെ കാണാം.